ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നൂലുകെട്ടാണ്. അപ്പോൾ അതിൻ്റേതായ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇന്ന് കാനു ബേബിയുടെ നൂലുകെട്ടാണ്. നമ്മൾ കണ്ണൂരിലുള്ള ഇവൻ്ററി ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറയുന്നതിലും അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വളകാപ്പിന് ഈ യശോദാമനെയും കൃഷ്ണനെയും വരുന്ന ഒരു ഡിസൈനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഇതൊന്നും നമ്മൾ അതേ രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ നോക്കിയായിരുന്നു. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇവൻ്ററി ഇവൻറ്റ് മാനേജ്മെൻറ്റിനെയാണ് കണ്ണൂരിലുള്ള. നമ്മൾ എന്താണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് അതിലും അടിപൊളിയായിട്ട് തന്നെ അവർ നമുക്ക് ചെയ്തു തന്നായിരുന്നു. നമ്മൾ കൃഷ്ണനും ദേവിയായിരുന്നു അതിൻ്റെ മെയിൻ തീമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പേരൊക്കെ നമ്മൾ ഡെലിവറിക്ക് മുന്നേ തന്നെ കണ്ടെത്തിയായിരുന്നു. എനിക്ക് കുറച്ച് ട്രഡീഷണൽ പേരുകളോടാണ് ഇഷ്ടം. ട്രഡീഷണൽ മാത്രമല്ല, കുറച്ച് പഴയ പേരുകളോടാണ് എനിക്ക് കുറച്ചധികം താല്പര്യം ഉണ്ടായത്. പക്ഷേ ചേച്ചിക്ക് കുറച്ചും കൂടി പുതിയ പേരുകളോടാണ്, അധികം പഴയത് വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ നല്ല മീനിങ് ഫുൾ ആയിരിക്കണം എന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. കൃഷ്ബി കൃഷ്ണ എന്നാണ് നമ്മൾ പേരിട്ടിട്ടുണ്ടായിരുന്നത്. മീനിങ് എന്താ വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് കൃഷ്ണ ആൻഡ് വിദ്യ എന്നാണ്. നമുക്ക് ആദ്യം തന്നെ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു കൃഷ്ണനുമായിട്ട് റിലേറ്റഡ് ആയ എന്തെങ്കിലുമൊക്കെ ഒരു പേര് വേണം എന്നുള്ളത്. അതുപോലെ തന്നെ പേരിൻ്റെ കൂടെ കൃഷ്ണ എന്ന് വെക്കണം എന്നുള്ളത് അവൾക്ക് ആദ്യം നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നൂലുകെട്ട് വളരെ ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അഞ്ജുവിന് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ട് നടത്താനോ വളകാപ്പ് നടത്താനോ അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വളകാപ്പ് നടത്തണം എന്നുള്ളത്. പക്ഷെ ഓരോ ആളുടെയും ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ആൾക്ക് വളകാപ്പ് നടത്താൻ പറ്റാത്തതിൽ എനിക്കായിരുന്നു ഏറ്റവും സങ്കടം. കാരണം വേറൊന്നുമല്ല, ആൾക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞതായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ച് ഒരു ദിവസം കുറച്ച് സമയം നടത്താൻ പറ്റുമോയെന്ന് അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചെറിയ സമയമല്ലേ, നടത്തിക്കോന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്നായിരുന്നു ആൾക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം റിലേറ്റീവ്സൊക്കെ എന്നെയായിരുന്നു കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനാണ് ഇതിനൊക്കെ കൂട്ടുന്നതെന്നുള്ള രീതിയിൽ. കുഞ്ഞിലേ തൊട്ടേ എൻ്റെ ഏച്ചിയായിരുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത്. അവൾ എനിക്ക് ഫ്രണ്ട് മാത്രമായിരുന്നില്ല, അവൾ എനിക്കൊരു സെക്കൻഡ് മദർ കൂടിയാണ്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അവളോടാണ്, അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ അവൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം മുൻകൈയെടുത്ത് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹം. ആളുടെ ഹസ്ബൻഡും എൻ്റെ കൂടെ കട്ടക്ക് കൂടെ നിന്നായിരുന്നു. നമ്മുടെ കൂടെ അങ്ങനെ ഒരുപാട് ആളുടെ ഒന്നും ആവശ്യമില്ല, ആത്മാർത്ഥതയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടായാൽ മതി. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ബായ്.